I know that there are few youngsters also joined. അപ്പോൾ ഞാനൊരു വളരെ സ്പെസിഫിക് ഫാമിലി കോണ്ടെക്സ്റ്റ് ആയിരിക്കും സംസാരിക്കുന്നത്. ബീന ആയിരിക്കും എനിക്ക് കൂടുതലും അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റ് സംസാരിക്കുന്നത്. I want to speak in a much more general context, but that's very much relevant for the families also. നമ്മളൊരു ന്യൂ വേൾഡിലേക്ക് എൻ്റർ ചെയ്യാണ്, അല്ലെങ്കിൽ വി ഹവ് ഓൾറെഡി സ്റ്റാർട്ടഡ് ലിവിംഗ് ഇൻ എ ന്യൂ വേൾഡ്. ദ ഓൾഡ് ഇസ് ഗോൺ. ബൈബിൾ പറഞ്ഞ പോലെ ദ ന്യൂ ഹസ് കം. ആൻഡ് ഇപ്പോഴും നമുക്ക് ന്യൂവിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇറ്റ് സ്റ്റിൽ ഗെറ്റിംഗ് ഷേപ്പ്. നോ വൺ ഹസ് നോ ഐഡിയ അബൌട്ട് ഹൗ ഇറ്റ് ഇസ് ഗോയിങ് ടു ബി നൗ. ആൻഡ് അൺഎംപ്ലോയ്മെന്റ് കൂടുന്നു, പോവേർട്ടി കൂടുന്നു, ഡിപ്രഷൻ, ഹോപ്പ്ലെസ്നെസ് ഇസ് ഗ്രോയിങ് അറൌണ്ട് us. അത് ഒരു വിധത്തിൽ നമുക്ക് മനസ്സിലാകാത്ത രീതിയിൽ മെഷറുകൾ വളർന്നുകൊണ്ടിരിക്കുന്നു. ഒരു സ്ട്രെസ്ഫുൾ ലൈഫിലേക്ക് ആൾക്കാർ പൊക്കോണ്ടിരിക്കുന്നു. അൺസർട്ടനിറ്റീസ് കൂടുന്നു, ഡൊമസ്റ്റിക് വയലൻസ് കൂടുന്നു, വയലൻസ് അഗൈൻസ്റ്റ് വിമൻ കൂടുന്നു. ഇവിടെ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ ധാരാളം ഡ്രഗ് യൂസേജ് അമംഗ് കിഡ്സ് കൂടിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് ഇതൊക്കെ വരുമ്പോൾ ഞാൻ രണ്ട് ഏരിയാസ് പ്രത്യേകം പറയാൻ തോന്നുന്നുണ്ട്. ഇന്ന് ധാരാളം ആൾക്കാർ സംസാരിക്കുമ്പോഴും ദർ ഇസ് സംതിങ് കോൾഡ് എന്താണ് ഒരു ഫിയർ. നമ്മൾ ആരും എഗ്രി ചെയ്യാൻ തയ്യാറല്ല മിക്കവാറും ഇങ്ങനൊരു സാധനം ഉണ്ടെന്നുള്ളത്. നമുക്ക് പ്രത്യേകിച്ച് ഒരു റീസണും ഇല്ല. കാരണം നമുക്ക് എല്ലാം അറിയാം, വി ഡു ഹാവ് എ ഫാദർ ഹൂ ഈസ് ടേക്കിംഗ് കെയർ ഓഫ് us and he will never abandon us. നമുക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം. പക്ഷെ ഡീപ്പ് ഇൻസൈഡ് ഒരു കൈൻഡ് ഓഫ് ഫിയർ, അത് എന്തിന്റെ ആകാം, ഒരു അൺസർട്ടനിറ്റിയുടെ ആകാം, ഫ്യൂച്ചർ എന്താവും എന്നുള്ളതിനെ പറ്റി ആയിരിക്കാം, ജോലി ഉണ്ടോ ഇല്ല എന്നുള്ളതിനെ പറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കും എന്നുള്ളതിനെ പറ്റി ആയിരിക്കാം. ഒരു കൈൻഡ് ഓഫ് ഫിയർ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്നു ആളുകളുടെ ഉള്ളില്. ഇതുണ്ടാക്കുന്ന റിയാക്ഷൻസും ഭയങ്കര ആകുന്നു. അതിനേക്കാൾ ഏറ്റവും വലിയൊരു അപകടം സംഭവിച്ചത്, സംഹൗ വി ആർ സോ യൂസ് ടു ദിസ് വേർഡ് സോഷ്യൽ ഡിസ്റ്റൻസിങ്. പക്ഷേ ഇറ്റ് വാസ് നോട്ട് സോഷ്യൽ ഡിസ്റ്റൻസിങ്. അങ്ങനെ ഒരു വേർഡ് ആസിച്ച് തന്നെ ഒരു എന്താ പറയാ, ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യാൻ പാടില്ലാത്ത വേർഡാണത്. മറിച്ച് ഫിസിക്കൽ ഡിസ്റ്റൻസിങ് ആയിരുന്നു വേണ്ടിയിരുന്നത് നമുക്ക്. പക്ഷേ ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ്, നമ്മൾ ഒത്തിരി പേര് സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിലേക്ക് പോവുകയും ചെയ്തു. അത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഒരു ക്രിട്ടിക്കൽ ക്രൈസിസ് ആണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ ഞാൻ ധാരാളം അടുത്തിടെ വായിക്കുന്നു. മാത്രമല്ല, ഈ സാധാരണ നമ്മൾ സൈലന്റ് റിട്രീറ്റ്സിനൊക്കെ പോകും. ഞാൻ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് റെഗുലർ ആയിട്ട് സൈലന്റ് റിട്രീറ്റ്സ് അറ്റൻഡ് ചെയ്യുന്ന ആളാണ്. ഇപ്പം ഞാൻ ഈ ജാനുവരിയിൽ ഒരു 15 days 2 weeks ഒരു സൈലൻസ് എടുത്തു. സൈലന്റ് റിട്രീറ്റിൽ അവരെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. നോർമലി ആഫ്റ്റർ 3 or 4 days ഓഫ് കംപ്ലീറ്റ് സൈലൻസ്, കാരണം യു ഡോണ്ട് സ്പീക്ക് ടു എനിവൺ, ഇറ്റ്സ് കംപ്ലീറ്റ് സൈലൻസ് ആണ്. യു ഡോണ്ട് ഈവൻ ലിസൺ ടു എനിത്തിങ്. ബൈബിള് പോലും നമ്മൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള 2-3 വേഴ്സസ് വായിക്കുള്ളൂ. വേറെ ഒന്നും നമ്മളെ എൻഗേജ് ചെയ്യുന്നില്ല. ഇറ്റ്സ് കംപ്ലീറ്റ് ടൈം ഇൻ സൈലൻസ്, ഇൻ സ്റ്റിൽനെസ്. സ്ലോലി നമ്മൾ ജീസസിന്റെ പ്രസൻസിലേക്ക് എൻ്റർ ചെയ്യുക. ഈ സൈലൻസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒന്ന്, നമ്മുടെ ഉള്ളിലുള്ള ചെറിയ ചെറിയ ജോയ്, ചെറിയ ചെറിയുള്ള ബ്യൂട്ടി, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആംപ്ലിഫൈ ചെയ്യപ്പെടും. അപ്പൊ നമ്മൾ ഒരിക്കലും ഇല്ലാത്ത പോലെ ആകാശത്ത് നോക്കും, അവിടെ സ്റ്റാർസ് ഉണ്ടെന്ന് നമ്മൾ പറയും, നമ്മുടെ ചുറ്റുപാടുമുള്ള ബ്യൂട്ടി കാണും. ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. അവിടെ ഒപ്പം തന്നെ പക്ഷെ അതിനേക്കാളും കൂടുതലായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഉള്ളിലുള്ള ഹേർട്സ്, വൂൺസ്, അൺഹീൽഡ് ആയിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ, ഇതെല്ലാം ആംപ്ലിഫൈ ചെയ്യപ്പെടും. ഇതിന്റെ എല്ലാം പുറത്തേക്ക് വരുന്ന ഒരു മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് സാധാരണ വരുന്നതിനേക്കാളും ഭയങ്കര വലുതായിരിക്കും. നമ്മൾ കംപ്ലീറ്റ് സൈലൻസിൽ ഒരു ചെറിയ സൗണ്ട് കേൾക്കുമ്പോൾ എന്തുമാത്രം ലൗഡായിട്ട് കേൾക്കുന്ന പറഞ്ഞ പോലെ തന്നെ ഉള്ളതാണ്. ഇത് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വരും വളരെ വളരെ ഒരു വളരെ ആംപ്ലിഫൈഡ് ഫോമിലാണ് ഇത് പുറത്തോട്ട് വരുന്നത്. ഈ പലപ്പോഴും നമ്മളോട് ചെറിയ കാര്യം ആരെങ്കിലും പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ വളരെ അപ്സെറ്റ് ആവും ഇങ്ങനെ ഒരു സമയത്ത്. ഇവിടെ ഒരു പ്രോബ്ലം പറയാം, അവിടെ നമുക്കുള്ളൊരു ഗുണം, ഒരു സൈലന്റ് റിട്രീറ്റിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ദാറ്റ് ഈസ് ഓൾവേസ് ഗൈഡഡ്. സമ്മൺ ഇസ് ഗൈഡിങ് അസ്. കാരണം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്ന അറിഞ്ഞുകൊണ്ട് തന്നെ സമ്മൺ ഇസ് ക്ലോസ്ലി വാക്കിംഗ് വിത്ത് അസ്. പക്ഷെ ഈ കാലഘട്ടത്തിൽ ഞാൻ വിചാരിക്കുന്നത്, ഇവിടെ ഒരു ഇൻഡ്യൂസ്ഡ് സൈലൻസ് ഉണ്ട്. നമ്മൾ ആരും വേണമെന്ന് വെച്ചെടുത്തതല്ല. അതായത് രാവിലെ മുതൽ രാത്രി വരെ നോൺ സ്റ്റോപ്പ് ഓടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, ഈവൻ ഇച്ചിരി സമയം കിട്ടിയാൽ അപ്പോൾ ഒരു ചെറിയ സ്ക്രീനിന്റെ ഉള്ളിലേക്ക് അകത്തോട്ട് കയറി പോകുന്ന ആളുകൾ, ഒരു മിനിറ്റ് പോലും നമ്മളെ എൻഗേജ് ചെയ്യാതെ എങ്ങനെ ജീവിക്കുക, അതായത് എൻഗേജ്ഡ് അല്ലാതെ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റാത്ത രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട നമ്മൾ ഓരോരുത്തരും ഇപ്പൊ അങ്ങനെയല്ല. ഒരു എന്താ പറയാ, നമ്മൾ അറിയാത്തതിന്റെ ഒരു സൈലൻസ് നമ്മുടെ ഉള്ളിലേക്ക് ഇൻഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ റിയാക്ഷൻ വേൾഡ് മുഴുവൻ കാണുകയാണ്. ഇത് ആരെങ്കിലും അഫക്റ്റഡ് അല്ലെന്ന് വിചാരിക്കുന്നത് ഇത് വെറുതെയാണ്. നമ്മൾ ഈ പലപ്പോഴും വിചാരിക്കും, ചിലപ്പോൾ നമ്മൾ ചെറിയ കാര്യങ്ങൾ ഇപ്പോൾ ഒന്ന് റിയാക്ട് ചെയ്യുന്ന റെസ്പോണ്ട് ചെയ്യുന്ന രീതിയായിരിക്കും. ചിലപ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യുന്ന റെസ്പോണ്ട് ചെയ്യുന്നത് സാധാരണത്തെക്കാളും വളരെ കൂടുതലാണ്. നമുക്ക് തന്നെ അറിയില്ല എന്തുകൊണ്ടാണ് ചെയ്തതെന്ന്. അത്ര റെസ്പോണ്ട് ചെയ്യുന്ന കാര്യം ഇല്ലായിരുന്നു. ഒരു പക്ഷേ സാധാരണ ഒരു ടൈമിലാണ് നമ്മൾ അങ്ങനെ റെസ്പോണ്ട് ചെയ്യത്തുമില്ല. പക്ഷെ ഇപ്പൊ ഇതിന്റെ എല്ലാം മാഗ്നിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. സൂയിസൈഡ്സ് എന്ത് മാത്രം നടക്കുന്നത് പറയും വിഷമമാണ്. പക്ഷെ ഇന്നലെ നമ്മുടെ ജീവിതത്തിലെ ആക്റ്റീവായ ഫാമിലിയിലെ മൂത്ത മോൻ സൂയിസൈഡ് ചെയ്തു.
ഒരു കുഴപ്പമില്ല. തലേദിവസം വൈകുന്നേരം ഒന്നിച്ച് കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് ഒന്നിച്ച് കിടന്ന ഫാമിലി, അതുപോലെ ബ്യൂട്ടിഫുൾ ആയ ഒരു ഫാമിലി. അപ്പനും മോനും തമ്മിൽ എന്താ പറയാ, തോളെ കൈയിട്ട് നടക്കുന്ന പോലത്തെ റിലേഷൻഷിപ്പ് ഉള്ള ഫാമിലി. 20 വയസ്സ്, 21 വയസ്സ്. അത് രാവിലെ എണീറ്റപ്പോൾ തൂങ്ങി നിൽക്കുന്നു. ഇന്നലത്തെ ദിവസം ഞങ്ങളെല്ലാം അതുപോലെ ഷോക്ക്ഡ് ആയിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഇഷ്യൂ ഇല്ലാത്ത, വളരെ നോർമലായ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വളരെ ഹെൽത്തി ആയ, ഡീപ്ലി സ്പിരിച്വൽ ആയ, എന്ന് വെച്ചാൽ ഒരു എക്സ്ട്രീംസും ഇല്ലാത്ത വളരെ ബാലൻസ്ഡ് ആയ ഒരു ഫാമിലി. ഇപ്പോഴും അറിയില്ല എന്താ റീസൺ, ആർക്കും അറിയില്ല. അവന്റെ ഫോണും എല്ലാം ലോക്ക്ഡ് ആയതുകൊണ്ട് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇന്നായിരുന്നു ഫ്യൂണറൽ. ഇത് ഇഷ്ടം പോലെ നമ്മൾ എന്തുമാത്രം കോൾസ് ഇപ്പൊ വരുന്നത്, സൂയിസൈഡിന്റെ കാര്യം പോലെ ചിന്തിക്കുന്നു, അങ്ങനെ ചിന്തിക്കുന്നു, ഇങ്ങനെ ചിന്തിക്കുന്നു പറഞ്ഞിട്ട് ഇതിങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഒരു എന്താ പറയാ, ഒരു ഇൻഡ്യൂസ് സൈലൻസ് ഉണ്ടാക്കുന്ന റിയാക്ഷൻസ് നമ്മുടെ ഉള്ളിൽ വരുന്നുണ്ട്, എല്ലാവരുടെ ഉള്ളിലും, പ്രത്യേകിച്ച് നമ്മുടെ ഫാമിലീസിലും നമ്മുടെ പിള്ളേർക്കുള്ളിലും ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ ഇതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഇതിന് വേറെ ഒരു തീർച്ചയായും സൈക്കോളജിക്കലി ഹെൽപ്പ് ചെയ്യപ്പെടാം. പക്ഷെ ഞാൻ ഇന്നും വിചാരിക്കുന്നത്, എപ്പോഴായാലും ഈ ഒരു ടൈം ഓഫ് സോളിറ്റ്യൂഡില് നമ്മൾ പ്രസൻസ് ഓഫ് ക്രൈസ്റ്റ് ഉള്ളപ്പോഴാണ്, ജീസസ് ഉള്ളപ്പോഴാണ് അതിന് ബ്യൂട്ടി ഉണ്ടാകുന്നത്. അവിടെയാണ് നമ്മുടെ പൊങ്ങി വരുന്ന ചില ഓർമ്മകളായിരിക്കാം, ചില ആരെങ്കിലും പറഞ്ഞൊരു കമന്റ് ആയിരിക്കും, ഇതൊക്കെ ചിലത് ഇങ്ങനത്തെ ഈ സൈലൻസിൽ മുകളിലേക്ക് വരുമ്പോൾ ഭയങ്കര സൈസ് കാണുമ്പോൾ നമുക്കൊന്നേ ചെയ്യാനുള്ളൂ, ആ വൂണ്ടഡ് ഹാർട്ട് ഓഫ് ജീസസിലേക്ക് അതൊന്ന് പ്ലേസ് ചെയ്യാനായിട്ടും അതിന്റെ ഹീലിംഗ് ചോദിച്ചു മേടിക്കാനായിട്ടും. ഒരു പക്ഷേ ഇതൊരു ടൈം ഓഫ് ബ്യൂട്ടിഫുൾ ഹീലിംഗ് ആയിട്ട് മാറ്റാം. അതല്ലെങ്കിൽ ഓൺ ദ അതർ സൈഡ് ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്നും നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന, ഫൈറ്റ് ചെയ്യുന്ന, നമുക്ക് തന്നെ നമ്മുടെ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാകാതെ നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിട്ട് മാറും. ഇതിലേത് വേണം എന്നുള്ളത് നമ്മളായിരിക്കും തീരുമാനിക്കുന്നത്. അപ്പൊ ഈ ഒരു കാലഘട്ടം ഞാൻ വിചാരിക്കുന്നത് മിനിസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട, നമ്മുടെ ഫാമിലി ലൈഫിൽ മാത്രമല്ല മിനിസ്ട്രിയിലും വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. അനേകർ ഇന്നൊരു സീക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഒരു അക്കമ്പനിമെന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതില്ലെങ്കിൽ അടുത്തത് എന്ത് സംഭവിക്കും നമുക്ക് ആർക്കും പറയാൻ വയ്യ. ഞാൻ ഇന്നലെ ശരിക്കും ഓൾ ഡേ അതുപോലെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. എൻ്റെ ഉള്ളിലാണ്, എൻ്റെ ഒന്നല്ല, ജീസൂടെ ഞങ്ങളുടെ മെയിൻ ലീഡർഷിപ്പിലുള്ള ധാരാളം ആൾക്കാർ ഇന്നലെ കണ്ടിന്യൂസ്ലി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം അതാണ്, ആ ചെറുക്കന് എന്തായിരിക്കും സംഭവിച്ചത്. കാരണം അതുപോലെ ഒരു ഹെൽത്തി ഫാമിലിയിൽ നിന്ന് അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ ഇന്ന് വരുന്ന ഈ കാലഘട്ടത്തിന്റെ ഒരു ചാലഞ്ച് എന്ന് പറയുന്നത് അതുപോലെ ഇന്റൻസോ ഡീപ്പോ ആയിരിക്കണം, നമുക്ക് ആർക്കും മനസ്സിലാകാൻ പറ്റാത്ത രീതിയിൽ. പക്ഷെ ഇവിടെ നമുക്ക് ഒരാളെ ശരണം വെക്കാനുള്ളൂ, ഒരാളെ നമുക്ക് ആശ്രയിക്കാനുള്ളൂ, അത് കർത്താവായ യേശുക്രിസ്തുവാണ്, മറ്റൊരു ഓപ്ഷനും ഇല്ല. ആൻഡ് ടെക്നോളജി വളരെ പ്രധാനപ്പെട്ട ഒരു സ്പേസ് കിടക്കുന്നു. അതിലും പിള്ളേരുടെ എല്ലാം ഇപ്പം ഓൺലൈൻ ക്ലാസ്സസും എല്ലാം വന്നതോടുകൂടി നമുക്ക് അവരെന്ത് യൂസ് ചെയ്യുന്നു, അല്ലാതെ എന്ത് യൂസ് ചെയ്യുന്നു ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതിന് നല്ല സൈഡും ദോഷമുള്ള സൈഡും ഇതെല്ലാം ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ബ്യൂട്ടിഫുൾ സൈഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ നമ്മളൊരു വീണ്ടും റൂട്ട്സിലേക്ക് തിരിച്ചു പോകുന്നു, ഫാമിലി ഇങ്ങനെയുള്ളതിന്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കുന്നു, സ്റ്റേയിങ് ടുഗദറിന്റെ വാല്യൂ മനസ്സിലാക്കുന്നു, മ്യൂച്വൽ സപ്പോർട്ടിന്റെ ഫാമിലി പതുക്കെ മനസ്സിലാക്കി വരുന്നു. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഞാൻ വിചാരിക്കുന്നത്, ഇവിടെ നിന്നാണ് ഈ സെഷൻ ആരംഭിക്കാൻ എനിക്ക് ആഗ്രഹമുള്ളത്, ദർ ഇസ് ആൻ ഇന്നർ സെർച്ച് ഫോർ ആൻ ഹയർ പവർ. ലോകം ഞങ്ങൾ പറയും സാധാരണ ബാക്കി എല്ലാത്തിലും യെസ് പറഞ്ഞപ്പോഴും ദ വേൾഡ് വാസ് ഫാസ്റ്റിംഗ് ഓൺ ജീസസ്. ഇതിന്റെ ഈ ജീസസിനെ കൊണ്ട് വലിയ അത്യാവശ്യമൊന്നും ഇല്ല എന്നുള്ളതായിരുന്നു. ജീസസിനെ കൊണ്ട് വലിയ ആവശ്യമൊന്നും നമുക്കില്ല. കാരണം ദൈവം എന്തിനു വേണ്ട, നമുക്ക് ബാക്കി എല്ലാം ഉണ്ട്, സോഷ്യൽ സെക്യൂരിറ്റി ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, ഇന്ന പ്രൊട്ടക്ഷൻ ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ട്, ഇതെല്ലാം കവേർഡ് ആണ്, നമുക്ക് അത്യാവശ്യം നല്ല ജോലിയുണ്ട്, ആരോഗ്യമുണ്ട്, ഇതെല്ലാം ഉണ്ട്, പിന്നെ എന്തിനാണ് ദൈവം എന്നുള്ള ഒരു ഫാസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് അത് വിദ്യാഭ്യാസമോ പൈസയോ മറ്റ് സമ്പത്തോ ജോലിയോ ഇതൊന്നും ബാധകമല്ല, ആരോഗ്യം ഒന്നും ബാധകമല്ലാതെ കാണാൻ പോലും സൈസ് ഇല്ലാത്ത ഒരു വൈറസ് ലോകത്തെ മുഴുവൻ മുട്ടുകുത്തിക്കുന്നു. തങ്ങൾക്ക് ബിയോണ്ടായ, തങ്ങൾക്ക് എന്താ പറയാ, ഒരു വിധത്തിലും ഇന്ററാക്ട് ചെയ്യാനോ ഡയലോഗ് ചെയ്യാനോ കോൺകർ ചെയ്യാനോ പറ്റാത്തൊരു റിയാലിറ്റി ഉണ്ടെന്ന് ഇന്ന് അനേകരുടെ ഉള്ളിൽ, അത് എത്തിസ്റ്റുകളായിരിക്കാം, അത് അല്ലെങ്കിൽ ദൈവം റിലീജിയനെ ഡിനൈ ചെയ്യുന്ന കാറ്റഗറി ആയിരിക്കും, ഇതൊക്കെ ആയിരിക്കാം. പക്ഷെ അവരുടെ എല്ലാ ഉള്ളിന്റെ ഉള്ളിൽ ഈ ഒരു ഹയർ പവറിന് വേണ്ടിയുള്ള ഒരു സെർച്ച് നടക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, മറ്റേത് കാലഘട്ടത്തെക്കാളും കൂടുതൽ നമ്മളെപ്പോലെ ഒരു മൂവ്മെന്റ് ഈ കാലഘട്ടത്തിൽ റിലവൻസ് ഉണ്ടെന്നും ഞാൻ സ്ട്രോങ് ആയിട്ട് വിചാരിക്കുന്നു. പക്ഷെ ഇന്നത്തെ ഒരു സ്ഥിതി നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്ന് നമുക്ക് എന്തെങ്കിലും പ്രെഡിക്റ്റബിൾ ആണ്, അടുത്തെന്തോ നടക്കുന്ന അറിയത്തില്ല, നമ്മളുണ്ടോന്ന് പോലും അറിയത്തില്ല, അത് നമ്മുടെ ഹെൽത്ത് എങ്ങനെയാണെന്ന് അറിയത്തില്ല, ജോലി ഉണ്ടോന്ന് അറിയത്തില്ല, ആർക്കൊക്കെ എന്തൊക്കെ സംഭവിക്കാമെന്ന് അറിയത്തില്ല, എങ്ങോട്ടേലും പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇവിടുന്ന് നമുക്ക് തൊട്ടടുത്ത സ്ഥലം വരെ പോകാനായിട്ട് എൻ്റെ മൂത്ത മോനെ ജോയല്, അവനിപ്പം ജോലി റിസൈൻ ചെയ്തിട്ട് MBAക്ക് ചേരുവാണ് ചെന്നൈയില്. അവന്റെ മുറി വെക്കേറ്റ് ചെയ്യാൻ 2 മാസം കഴിഞ്ഞു. ഇതുവരെ ബാംഗ്ലൂർ വരെ പോയി മുറി വെക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അവന്റെ ലാപ്ടോപ്പ് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ നമുക്കൊരു തൊട്ടടുത്തൊരു
റീജിയനിലേക്ക് സ്റ്റേറ്റിലേക്ക് പോലും പോകാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ സ്റ്റക്ക് ആയിരിക്കുകയാണ് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ വിചാരിക്കുന്നത് ഇതേ മെസ് അല്ലെങ്കിൽ ഇതേ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി, ഇതേപോലെ ഒരു അൺസർട്ടിനിറ്റി, ഇതേപോലത്തെ ഒരു കയോസ് എന്ന് പറയുന്ന ആദ്യം ഉണ്ടായിരുന്നു. ലോകത്തിന്റെ മുഴുവൻ ക്രിയേഷന് മുമ്പും ഇത് തന്നെ ഉണ്ടായിരുന്നു. ഒന്നിനും ഒരു രൂപവും ഇല്ലായിരുന്നു, ഒരു ഭാവവും ഇല്ലായിരുന്നു, ഒന്നിനും ഒരു ഷേപ്പും ഇല്ലായിരുന്നു. പക്ഷെ അവിടെയാണ് നമ്മൾ വചനത്തിൽ വായിക്കുന്നത് എന്താ ചെയ്യുന്നത്? പരിശുദ്ധാത്മാവ് അതിന്റെ മുകളിൽ ചലിക്കുന്നു പറയുന്നത്, അതിന്റെ മുകളിൽ ചലിക്കുമായിരുന്നു പറയുന്നത്. ആ ചലനം ഞാൻ വിശ്വസിക്കുന്നു ഈ കാലഘട്ടത്തില് മറ്റൊരിക്കലും ഇല്ലാത്ത പോലെ സംഭവിക്കാൻ പോകുന്ന കാലഘട്ടം, അല്ലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്, സംഭവിക്കാൻ പോകുന്ന കാലഘട്ടമാണെന്നുള്ളത് ഞാൻ സ്ട്രോങ് ആയിട്ട് വിചാരിക്കുന്നു. ദർ ഇസ് മോർ. ഇനിയും കൂടുതൽ നമ്മൾ അനുഭവിക്കാനായിട്ടും കാണാനായിട്ടും പോവുക. ഈ കോവിഡിന് മുമ്പ് ഞാൻ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ധാരാളം ഇന്റർനാഷണൽ കോൺഫറൻസസ് ഞാൻ കോൺഷ്യസ്ലി അറ്റൻഡ് ചെയ്തു. എനിക്ക് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡീലായിരുന്നു നമ്മൾ രജിസ്റ്റർ ചെയ്ത് പോയി അറ്റൻഡ് ചെയ്യാന്നുള്ളത്. എന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ ധാരാളം പ്രോഫറ്റിക് സയൻസ് ലോകത്ത് സഭയിൽ കാണുന്നുണ്ട്. അതെന്താണെന്ന് മനസ്സിലാക്കുന്നത് കൂടിയാണ്. ഞാൻ കോമൺലി കേട്ട എല്ലാവരും പറഞ്ഞൊരു കാര്യം, ദർ ഇസ് സംതിങ് ന്യൂ ഇസ് ഹാപ്പനിങ്. ഇവിടെ ഞാൻ വീണ്ടും പറയുന്നത് ഇപ്പൊ ലോകം അവസാനിക്കാൻ പോകുന്ന കാര്യത്തെ പറ്റി അല്ല കേട്ടോ. പക്ഷെ നമ്മൾ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത ഒന്ന് നമ്മുടെ മുമ്പില് ദൈവം ഇതാ ചുരുളഴിക്കാൻ പോവാണ്. അങ്ങനത്തെ ഒരു ഗ്രേസ്, അങ്ങനത്തെ ഒരു പവർ അൺലീഷ് ചെയ്യപ്പെടാൻ പോവുകയാണ്. അത് ദൈവം തന്നെ ഒരു വലിയ ഹീലിംഗ് ഈ വേൾഡിലേക്ക് കൊണ്ടുവരാനായിട്ട് പോവുകയാണ്. ആൻഡ് ദർ ഇസ് ഗോയിങ് ടു ബി മോർ. നമ്മൾ ഇതുവരെ കണ്ടതോ കേട്ടതൊക്കെ അതീതമായിട്ടുള്ള ഒന്നുണ്ടാവും. ആൻഡ് തീർച്ചയായിട്ടും അതിനെ ചുക്കാൻ പിടിക്കാൻ പോകുന്ന പരിശുദ്ധാത്മാവായിരിക്കും. പെന്റക്കോസ്റ്റ് ഡേയില് നമ്മളിപ്പോ പെന്റക്കോസ്റ്റ് കഴിഞ്ഞ ഒരു മാസം ആകുന്നേ ഉള്ളൂ. അത് ആ ഡേയിലും ഇതുപോലെ തന്നെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ പരിശുദ്ധാത്മാവാണ് ക്ലാരിറ്റി ഓഫ് പർപ്പസ്, ക്ലാരിറ്റി ഓഫ് തോട്ട്, ക്ലാരിറ്റി ഓഫ് എക്സ്പ്രഷൻ എല്ലാം കൊണ്ടുവന്നത് പരിശുദ്ധാത്മാവാണ്. ഈ കാലഘട്ടത്തിലും ഈ പരിശുദ്ധാത്മാവിന്റെ ഇടപെടലില്ലാതെ ഇതൊന്നും നമ്മുടെ ഇടയിൽ സംഭവിക്കാൻ പോകുന്നില്ല. ആൻഡ് ഹി ഈസ് ദ മോസ്റ്റ് പവർഫുൾ പേഴ്സൺ എവർ. ആൻഡ് ഹി ഈസ് ദ ഓത്തർ ഓഫ് ഗിഫ്റ്റ്സ്, കാരിസം, വിസ്ഡം, എല്ലാ ഇതും വിസ്ഡം, നോളജ്, ഹീലിംഗ്, ഡെലിവറൻസ്, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ദ മോസ്റ്റ് ജെന്റിൽ സ്പിരിറ്റ്. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവം നമ്മുടെ ബോഡി ഒരു അവന്റെ വാസസ്ഥാനമായിട്ട് മാറ്റുന്ന ദൈവം. ബട്ട് ദ മോസ്റ്റ് ജെന്റിൽ സ്പിരിറ്റ് നമ്മൾ അനുവദിച്ചാൽ മാത്രം നമ്മളിൽ ഇടപെടുന്ന, നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന ദൈവം. ഞാൻ വിചാരിക്കുന്നു ഈ കാലഘട്ടത്തിൽ നമ്മൾ വീണ്ടും അവന്റെ ഒരു പവർ മോർ എന്താ പറയുക, കോൺഷ്യസ്ലി അൺലീഷ് ചെയ്യേണ്ട ടൈമാണ്, അതിനെ റിലീസ് ചെയ്യേണ്ട ടൈമാണ്. അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ വീണ്ടും നമ്മൾ ഒരു മോർ കോൺഷ്യസ്ലി വി ഹാവ് ടു ക്ലോത്ത് ourselves with the power from on high. അതായിരിക്കണം ഈ ഒരു കാലഘട്ടം നടക്കുന്ന ഞാൻ വിചാരിക്കുന്നു. നമ്മള് കാരിസിന്റെ ലോഗോ ആണിത്. നമ്മള് കരിസ്മാറ്റിക് റിന്യൂവലിന്റെ ബാപ്റ്റിസം അല്ലെങ്കിൽ കരിസ്മാറ്റിക് റിന്യൂവലിന്റെ കോർ എന്ന് പറയുന്ന ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ്. ജീസസ് യൂത്ത് മൂവ്മെന്റ് കരിസ്മാറ്റിക് റിന്യൂവൽ എന്ന് വന്നിട്ടുള്ള റീസൺ കൊണ്ട് തന്നെ നാച്ചുറലി നമ്മുടെയും സ്പിരിച്വാലിറ്റിയുടെ കോർ എന്ന് പറയുന്നത് ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ് ആണ്. പരിശുദ്ധാത്മാവിനുള്ള ഒരു പുതു ജ്ഞാനസ്നാനമാണ്. നമ്മുടെ ബാപ്റ്റിസത്തിന്റെ റിന്യൂവൽ ആണത്, അല്ലെങ്കിൽ ഒരു കോൺഷ്യസ് റിന്യൂവൽ ഓഫ് ഒരു അൺലീഷിംഗ് പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് വിത്തിൻ ആണ് ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ് നടക്കുന്നത്. ബാപ്റ്റിസം എന്ന് പറയുന്ന വാക്കിന്റെ ആ വേർഡ് മീനിങ് എന്താണെന്ന് ആർക്കെങ്കിലും പറയാം? നിങ്ങൾ പറയുന്ന ആളൊന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പെട്ടെന്ന് പറയാമോ? ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബാപ്റ്റിസം എന്ന് പറയുന്ന ആ ഒരു വേർഡിന്റെ മീനിങ് എന്താ? ഞാൻ ജസ്റ്റ് വേർഡ് മീനിങ് ചോദിക്കുന്നത്. സാക്രമെന്റിനെ പറ്റി അല്ല ഞാൻ പറയുന്നത്, ആ വേർഡിന്റെ മീനിങ് ആർക്കെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാൻ തോന്നുന്നു? ഇമ്മേഴ്സൺ ആണോ? ഇമ്മേഴ്സൺ. മ്യൂട്ട് ചെയ്തോ? അതല്ല, നമ്മൾ ഇമ്മേഴ്സ്ഡ് ആകുക, അല്ലെങ്കിൽ വി ആർ പ്ലഞ്ച്ഡ് ഇൻ ടു സംതിങ്, വി ആർ ഇമ്മേഴ്സ്ഡ് ഇൻ ടു സംതിങ് എന്ന് പറയണേ. അതിനെയാണ് ബാപ്റ്റിസം എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിലേക്ക് നമ്മൾ ഇമ്മേഴ്സ്ഡ് ആകുന്ന, പ്ലഞ്ച്ഡ് ആകുന്ന ഒരു ടൈമിനെയാണ് ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പരിശുദ്ധാത്മാവിൽ എന്താ പറയാ സോക്ഡ് ആകാൻ പോവാണ്. നമ്മൾ പരിശുദ്ധാത്മാവിലേക്ക് വന്ന് എന്താ പറയാ നനഞ്ഞു കുതിരാൻ പോകുന്ന ആ ഒരു എക്സ്പീരിയൻസിനാണ് ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത്. സൗര നമ്മുടെ ആധ്യാത്മികതയുടെ അടിസ്ഥാനവും ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ് ആണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കേണ്ടത് അത് തന്നെയാണെന്ന് വിചാരിക്കുന്നു. ഒരു ന്യൂ ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റിന് വേണ്ടിയിട്ടാണ്, വീണ്ടും ഇമ്മേഴ്സ്ഡ് ആകാനായിട്ടും പ്ലഞ്ച്ഡ് ആകാനായിട്ടും നമ്മൾ. ഞങ്ങൾ സാധാരണ പലപ്പോഴും ഈ ഫിലിപ്പോസിനൊക്കെ പറയുന്നൊരു കഥയുണ്ട്. വാട്ട് ഡസ് ഇറ്റ് മീൻ പരിശുദ്ധാത്മാവിൽ പ്ലഞ്ച്ഡ് ആകുക, ഇമ്മേഴ്സ്ഡ് ആകുക എന്ന് പറഞ്ഞാൽ? ഒരു പഴയ കഥയാണത്. ഈ പക്ഷികൾക്കിടയിൽ ദിവസം കോമ്പറ്റീഷൻ. അപ്പം ഏറ്റവും കൂടുതൽ ഹൈറ്റിൽ ആർക്കാണ് പറക്കാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പം ഈഗിൾസ് ഉണ്ട്, ചെറിയ സ്പാരോസ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്, എല്ലാ ടൈപ്പ് പക്ഷികളും ഉണ്ട്. അപ്പം ഒരു അമ്പയർ, ഒരു റെഫറി ഉണ്ട്. പക്ഷി പറയും റെഡി 1 2 3 സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞ് എല്ലാ പക്ഷികളും ഒന്നിച്ച് പറഞ്ഞു.
നാച്ചുറലി എല്ലാവരും വിചാരിച്ചു ഈഗിൾ ആയിരിക്കും ഏറ്റവും ഹൈറ്റിലേക്ക് പോകാൻ പോകുന്നത്. ആസ് യൂഷ്വൽ ഈഗിൾ ഏറ്റവും ഹൈറ്റിലേക്ക് പോയി. അത് ഏറ്റവും ഹൈറ്റ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അപ്പം അവർ വിചാരിച്ച ഈഗിൾ ആണ്, ഇപ്പം താഴേക്ക് വരാനുള്ള ടൈം ആയെന്നൊക്കെ വിചാരിച്ചപ്പോഴത്തേനും കുറച്ച് കഴിയുമ്പോൾ അവർ കണ്ടു അതിനൊരു 2-3 അടി മുകളിലായിട്ട് മറ്റൊരു ചെറിയ പക്ഷി പറക്കുന്നു. അപ്പൊ എല്ലാവരും അത്ഭുതത്തോടെ നോക്കിയപ്പോൾ അതൊരു കുഞ്ഞു കുരുവിയാണ്, ഒരു സ്പാരോ ആണ് അതിന്റെ മുകളിൽ കൂടി ഇങ്ങനെ പറക്കുന്നത്. എന്തായാലും ഇവർ താഴേക്ക് വന്നു. അപ്പൊ ഇവരെല്ലാം അത്ഭുതപ്പെട്ട് കുരുവിയെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഇത് എങ്ങനെ സാധിച്ചെന്നുള്ളത്. അപ്പം പക്ഷെ പറഞ്ഞു എന്തായാലും കുരുവിയാണ് ഏറ്റവും ഹൈറ്റ് പറഞ്ഞു, കുരുവിക്കാണ് 1ാം സ്ഥാനം, സ്പാരോക്കാണ് 1ാം സ്ഥാനം എന്ന് പറഞ്ഞു. പക്ഷെ അന്നേരം ഈ കുരുവി വളരെ എളിഞ്ഞോടുകൂടി പറയുമ്പോൾ അതല്ല സത്യം. എല്ലാവരും റെഡി 1 2 3 സെറ്റ് ഗോ എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ചെയ്ത് ഇത്രയേ ഉള്ളൂ, ഞാൻ ആ പക്ഷിയുടെ മുകളിൽ കയറിയിട്ട് അള്ളിപ്പിടിച്ചിരുന്നു. അത് ഞാൻ ഈഗിളിന്റെ മുകളിൽ കയറി അള്ളിപ്പിടിച്ചിരുന്നു. എന്നിട്ട് അവൻ ഏറ്റവും ഹൈറ്റിലെത്തി. ഇപ്പം എനിക്ക് പിന്നെ എനിക്ക് പറക്കാൻ പറ്റുന്ന വെറും 2 അടി, 2 ഫീറ്റ് 3 ഫീറ്റേ ഉള്ളൂ. ഞാൻ അതിന്റെ മുകളിൽ നിന്ന് 2 to 3 ഫീറ്റ് പറഞ്ഞു, അത്രേ ഉണ്ടായിട്ടുള്ളൂ. ശരിക്കും ഞാനല്ല അത്ര ഹൈറ്റിലേക്ക് കൊണ്ടുപോയത്, ഈഗിളാണ് പോയത്. പക്ഷെ എന്റെ 2 അടി ഞാൻ അത് കഴിഞ്ഞ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഈഗിളിനാണ് സമ്മാനം കിട്ടുന്നത്. സ്ട്രോങ്ലി ബിലീവ് സഹോദരരെ, ഈ കാലഘട്ടത്തിൽ അതിനെയാണ് നമ്മൾ ബാപ്റ്റിസം ഇൻ ദി ഹോളി സ്പിരിറ്റ് പറയുന്നത്, പ്ലഞ്ച് ഇൻ ദി ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത്. നമ്മളെ നമുക്ക് എത്താൻ പറ്റാത്ത സാഹചര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ, നമുക്ക് എത്താൻ പറ്റാത്ത ഹൈറ്റ്സിലേക്ക്, നമുക്ക് ഒരുപക്ഷെ ഫേസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസിലേക്ക് നമ്മളെ ക്യാരി ചെയ്യാനായിട്ട് ഏറ്റവും ശക്തിയുള്ള ഈ പരിശുദ്ധാത്മാവിനെ ദേഹത്ത് തള്ളിപ്പിടിച്ചിരിക്കുകയും ചെയ്യേണ്ടതുള്ളൂ. അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന് നമുക്ക് തീർച്ചയായിട്ടും എനി ക്രിസ്ത്യൻ ലൈഫ് ഒരു ഹ്യൂമൻ ഡിവൈൻ പാർട്ട്ണർഷിപ്പ് എന്ന് പറയണേ. നമ്മുടെ വകയായിട്ട് നമ്മൾ 2 അടി പറക്കേണ്ടി വരും, അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷേ ഈ എത്തിക്കേണ്ട ഏറ്റവും ഡിഫിക്കൽട്ട് ഹൈറ്റ്സിലേക്ക് എത്തിക്കുന്ന എപ്പോഴും പരിശുദ്ധാത്മാവായിരിക്കും. ആ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടെങ്കിൽ, അവനെ അള്ളിപ്പിടിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ഏറ്റവും ഡിഫിക്കൽട്ട് ടൈം കൂടെ കടന്നു പോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിട്ട് സമയമായിട്ട് മാറ്റാനായിട്ട് ഈ പരിശുദ്ധാത്മാവിന് സാധിക്കും നമ്മളെ. Deuteronomy 32:11 പറയുന്നുണ്ട്, like an eagle that stirs up its nest and hovers over its young, that spreads its wings to catch them and carries them aloft. The Lord alone led them. ദൈവമാണ് ആ നയിക്കുന്നത്. അവരുടെ ആ ചിറകൾക്കുള്ളില് വിരിച്ചു പിടിച്ചുകൊണ്ട് അവരെ നയിക്കുന്നത്, നമ്മൾ ഓരോരുത്തരും നയിക്കുന്നത് കർത്താവായ ദൈവം തന്നെയാണ്. നിങ്ങൾക്ക് എത്ര പേർ ഈ പാട്ട് അറിയാമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഈ ഒരു ചെറിയൊരു പാട്ടൊന്ന് പാടാമെന്ന് വിചാരിക്കായിരുന്നു. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സോങ്. നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ കൂടെ പാടാം, ഇല്ലെങ്കിൽ നിങ്ങളിത് കേൾക്കുക. നമ്മൾ 2 പ്രാവശ്യം പാടുന്നുണ്ടാവും, കേട്ടിട്ട് ഞങ്ങളുടെ കൂടെ പാടാൻ നോക്കുക. ലിറിക്സ് അതിനകത്തുണ്ട്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സോങ്. ആൻഡ് പാട്ട് പറയുന്നതാണ്, ഞാൻ പറഞ്ഞു തുടങ്ങുകയാണ്. There must be more than this, O breath of God, come breathe within. There must be more than this, Spirit of God, we wait for you. And നമ്മൾ ഇത് പാടുമ്പോൾ നമ്മൾ let us make it a prayer with an absolute confidence that നമ്മൾ ഇതുവരെ കണ്ടതിനും കേട്ടതിനേക്കാളും ഉപരിയായിട്ട് ഇതാ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിന്റെ അടുത്ത പടിയിലേക്ക് നയിക്കുകയാണെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ let us sing this beautiful song. There must be more than this. Oh, breath of God, come breathe within. There must be more than this. Spirit of God, we wait for you. Fill us anew, we pray. Fill us anew, we pray. Consuming fire, fan into flame. A passion for your name. Spirit of God, would you fall in this place? Lord, have your way. Lord, have your way with us. There must be more than this. Oh, breath of God, come breathe within. There must be more than this. Spirit of God, we wait for you. Fill us anew, we pray. Fill us anew, we pray. Fill us anew,
being red, consuming fire, fan into flame, a passion for your name. Spirit of God, would you fall in this place? Lord, have your way. Lord, have your way. Consuming fire, fan into flame. The passion for your name. Spirit of God, would you fall in this place? Lord, have your way. Lord, have your way. In our Lord, have your way with us now. Lord, have your way with us now. Come, Holy Spirit. Come, Holy Spirit. Come, Holy Spirit. Come, Holy Spirit. I'm quoting here St. John Paul II, Veritas in Splendor. He beautifully talks about how Holy Spirit created everything and how He maintains everything. I strongly believe ഈ കാലഘട്ടം നമ്മൾ പരിശുദ്ധാത്മാവിനോട് വീണ്ടും പ്രാർത്ഥിക്കേണ്ട കാലഘട്ടമാണ്. എല്ലാം new വീണ്ടും ക്രിയേറ്റ് ചെയ്യപ്പെടാനായിട്ട്. St. John Paul II says it is the Holy Spirit who conforms the hearts and minds of the disciples, who reveal the mysteries of the gospel, who shed upon the light of things divine. Strengthened by his gift, they did not fear either prisons or chains for the name of the Lord. Hello, friends. I believe that is the most important part. And then he said, okay, indeed, they even trampled upon the powers and torments of the world, armed and strengthened by him. That's what we need today. It is, in fact, he who raised up prophets in the church, instructs teachers, guides tongues, works wonders and healings, accomplishes miracles, grants the discernment of spirits, assigns governance, inspires counsels, distributes and harmonizes every other charismatic gift. In this way, he completes and perfects the Lord's church everywhere and in all things. The Lord is in need of a new order, new perfection. ഇത് ചെയ്യാനായിട്ട് ക്രിയേറ്റ് ചെയ്യാണ്ട് പരിശുദ്ധാത്മാവിന് മാത്രമേ സാധിക്കത്തുള്ളൂ. നമ്മൾ വീണ്ടും ആത്മാവിനോട് പ്രാർത്ഥിക്കേണ്ട ഒരു സമയത്തിലേക്ക് കടന്നു പോകുന്ന ഞാൻ വിചാരിക്കുന്നു. Friends, I believe, okay, there is going to be a greater hunger for more of the Lord in the world now. That's my strong belief. There will be a greater hunger. And those who are hungry will experience more of the Lord in their lives. More love for God and humankind, more power, more anointing, more joy, more burden for the Lord for the lost, and more revelation from God regarding the needs of others, more conviction over sin, more faith in prayer, more conversions, more gifts, more healings, and more deliverances. And we will be deeply convinced that there is more to work, more to do, more to pray, more to discern, more to travel, more to preach, more to accompany, more to share, more to learn, and more to live. The list goes on. And we enter into the next phase with absolute confidence that we are going to see His wonders infinitely more than we could ask for or imagine. Friends, I wanted to repeat it. Shall we all repeat with me? Okay, you can mute your mic, but okay, repeat with me. We are going to enter into the next phase with absolute confidence that we are going to see His wonders infinitely more than we could ask for or imagine. Infinitely more than we could ask for or imagine. Amen. And okay, that is why I think Paul says, okay, beautifully, he says, now I think the whole way of functioning of Jehovah is going to change, I believe. നമ്മുടെ ഒരു അപ്രോച്ചോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ മറ്റൊരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഡയമെൻഷൻ ഞാൻ വിചാരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വരാൻ പോവാണ്. That's why, like I'm quoting Paul here. My message and my preaching were not with wise and persuasive words, but with the demonstration of the Spirit's power, so that your faith might not rest on human wisdom, but on God's power. Not with persuasive words, but the demonstration of the Spirit's power, so that your faith might not rest on human wisdom, but on the power of God. The power of God. The power of God. And okay, again, and just going back to that image of fear within.
നമ്മുടെ എല്ലാ ഉള്ളിലുള്ള ഒരു ഫിയർ ഉണ്ട്. നമ്മളിതെല്ലാം പറയുമ്പോഴും ടു വാട്ട് എക്സ്റ്റെന്റ് വി ആർ equipped, ടു വാട്ട് എക്സ്റ്റെന്റ് വിൽ ബി ഏബിൾ ടു ഫേസ്. ആൻഡ് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് എന്തായിരിക്കും ചെയ്യാനായിട്ട് സാധിക്കുന്നത്, ഇത്രയും ഡിഫിക്കൽട്ടീസ് ഉള്ളപ്പോൾ എല്ലാം. അത് ഞാൻ വിചാരിക്കുന്ന ഒരു രണ്ട് രാജാക്കന്മാരിൽ ഒരു മനോഹരമായ ഭാഗമുണ്ട്, 2 Kings, അത് പറയുന്ന ഭാഗമുണ്ട്. എലീഷ പ്രവാചകന്, അത് നിങ്ങൾക്കറിയാം, കിങ് ആറാം ആ സമയത്ത് ഇസ്രായേലിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. പല പ്രാവശ്യം ആക്രമിക്കാൻ ശ്രമിക്കുമ്പോഴും എലീഷ പ്രൊഫസി കൊടുക്കും, ഇന്ന രീതിയിൽ ആണ് അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രാവശ്യവും അവര് രക്ഷപ്പെടുന്നു, ഇസ്രായേൽ ആക്രമിക്കാൻ സാധിക്കുന്നില്ല. ഫൈനലി കിങ് ആറാം കണ്ടുപിടിക്കും ഇങ്ങനെ ഒരു പ്രോഫിറ്റ് ഉള്ളതാണ് ഈ പ്രശ്നം എന്നുള്ളത്. അതിന് അവര് എലീഷ പ്രോഫിറ്റ് താമസിക്കുന്ന ആ സ്ഥലം കണ്ടുപിടിക്കുന്നു. ഹോൾ ആർമി ഓഫ് കിങ് ആറാം അവരെ സറൗണ്ട് ചെയ്യാണ് എലീഷയെ കൊല്ലാൻ വേണ്ടിയിട്ട്. അതിനപ്പോൾ സംഭവിക്കുന്നതാണ്, എലീഷയുടെ സെർവന്റ് ഒരു ദിവസം രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഈ രാജാവിന്റെ ആർമി അവരുടെ ചുറ്റും വളർന്നിരിക്കുകയാണ്. അവര് 3-4 പേരേ ഉള്ളൂ. ഞാനിനി വായിക്കുന്നത് അത് 2 Kings 16-17 ആണ്. ആൻഡ് ഇയാൾ ഓടിച്ചെന്ന് പറയുന്നു, നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഇത് ആർമി മുഴുവൻ വളഞ്ഞിരിക്കുന്നു. അത് then Elisha said to the servant, okay, do not be afraid, for those who are with us are more than those who are with them. Doesn't make any sense ഇവിടെ സെർവന്റിനെ സംബന്ധിച്ചിടത്തോളം. കാരണം അവരെല്ലാം കൂടെ 3-4 പേരുള്ള ഒരു ചെറിയ ഗ്രൂപ്പ്, ഒരു ഹോൾ ആർമി ഓഫ് ദി കിങ് അവിടെ അവരെ വളഞ്ഞിരിക്കുകയാണ്. അപ്പം എലിശ പറയാണ്, നമ്മുടെ കൂടെയുള്ളവര് അവരെക്കാളും കൂടുതൽ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞ യാതൊരു സെൻസും ഇല്ല. എലിശ ഈസിലി റെക്കഗ്നൈസ്ഡ് ഇറ്റ്. Then he praised to the Lord. He said, he prayed, open his eyes, Lord, so that he may see. എന്റെ ഈ സേവകന്റെ കണ്ണുകൾ തുറക്കണമേ, അവൻ കാണട്ടെ. അന്ധനായ ഒരാളല്ല, പക്ഷെ അവന്റെ ഉൾക്കണ്ണുകൾ തുറക്കണമേ, അവന് കാണട്ടെ. അവിടെ the Lord opened the eyes of the young man and he looked and saw. The mountain was full of horses and chariots of fire all around Elisha. The mountain was full of horses and chariots of fire all around Elisha. അവിടെ അവർ കണ്ടതാണ്, ഉൾക്കണ്ടുകൊണ്ട് കണ്ടത് അതാണ്. ആ ഒരു എന്താ പറയാ, ആ ഒരു മല മുഴുവന് ആഗ്നേയരഥങ്ങളും അഗ്നികൊണ്ടും നിറഞ്ഞു നിൽക്കുന്നത്. അതായത് ദൈവത്തിന്റെ ദൂതന്മാര്, മാലാഖമാര്, അതിന്റെ വലിയൊരു ആർമി ഇവരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് തമ്പടിച്ചിരിക്കുന്ന കണ്ടു. സഹോദരരെ, ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാലഘട്ടം, ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ, ഇതെല്ലാം സംഭവിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു പക്ഷെ നമ്മുടെ ഉൾക്കണ്ണുകൾ തുറക്കാനും നമ്മൾ പ്രാർത്ഥിക്കേണ്ടി വരുന്നത് തന്നെയാണ്. നമ്മുടെ ഉൾക്കണ്ണുകൾ തുറക്കണമേ നമ്മൾ പ്രാർത്ഥിക്കേണ്ടി വരുന്ന പ്രധാനപ്പെട്ട കാര്യം അതാണ്. കർത്താവെ, ഞങ്ങളുടെ സാധാരണ നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഈ ഒരു കാഴ്ച ഞങ്ങളുടെ ഉൾക്കണ്ണുകൾ കൊണ്ട് കാണാനായിട്ട് ഇടയാക്കണമേ. ഞങ്ങളുടെ ചുറ്റും നിന്റെ മാലാഖ വൃന്ദം ഞങ്ങളെ തമ്പടിക്കുന്നതും ഞങ്ങളെ കാക്കുന്നതും ഞങ്ങൾക്കായിട്ട് ഫൈറ്റ് ചെയ്യുന്നതും ഞങ്ങൾക്ക് ധൈര്യത്തോടു കൂടി പറയാൻ പറ്റണം, ഈ ലോകം എത്ര ശക്തിയുള്ളതാണെങ്കിലും അതിനേക്കാൾ കൂടുതൽ ആളുകൾ, എത്രയൊക്കെ ശക്തിയുള്ള ഞങ്ങളുടെ ചുറ്റുപാടും ഉണ്ടെങ്കിലും, എത്ര സൈന്യം തന്നെ ഉണ്ടെങ്കിലും അതിനേക്കാൾ കൂടുതൽ ആളുകൾ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന ധൈര്യത്തോടു കൂടി നമുക്ക് പറയാനായിട്ട് ഇടയാകണമെങ്കിൽ ഈ ഉൾക്കണ്ണുകളുടെ തുറക്കൽ ഉണ്ടാകേണ്ടി വരും. അത് സംഭവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ സാധിക്കത്തുള്ളത്. അത് സംഭവിക്കേണ്ടതാണ് ഈ കാലഘട്ടത്തില്. എന്റെ പ്രധാനപ്പെട്ട പ്രാർത്ഥന അത് തന്നെയാണ്. ഈ ഒരു കാലഘട്ടത്തില് ദൈവവചനം പറയുന്നുണ്ടല്ലോ, Isaiah 41:10-13, so do not fear, for I am with you. Do not be dismayed, for I am your God. I will strengthen you and help you, and I will uphold you with the righteous right hand. For I am the Lord your God, who takes hold of your right hand and says to you, do not fear, I will help you. I will help you. That's a promise. That's a prophetic promise. Another, do not fear, I will help you. I will uphold you with my righteous right hand. I will strengthen you and help you. That's a promise. Okay, he's given us. Isaiah 30:20-21. I think this verse is, ഞാൻ വിചാരിക്കുന്നത് ഈ വേഴ്സ് ഞാൻ ഇപ്പം വായിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇത്തരം വർഷങ്ങൾ വായിച്ചതിനേക്കാളും വളരെ വ്യക്തമായിട്ടുള്ള മീനിങ് ഉണ്ട്. ഈ ഒരു സ്ക്രിപ്ചർ ഏറ്റവും കൂടുതൽ റിലവന്റ് ആവുന്ന ഈ കാലഘട്ടത്തിലാണ് ഞാൻ വിചാരിക്കുന്നത്. Isaiah 30:20-21. Though the Lord may give you the bread of adversity and the water of affliction. I believe that's what we are receiving now. That's what we are going through now. The bread of adversity and the water of affliction. Yet your teacher will not hide himself anymore. Who is the teacher? Holy Spirit. The teacher will not hide himself anymore, but your eyes shall see your teacher. And when you turn to the right or when you turn to the left, your ears will hear a word behind you saying, this is the way, walk in it. So beautiful, isn't it? നമ്മൾ കൺഫ്യൂസ്ഡ് ആണ്, ഇടത്തോട്ടാണോ വലത്തോട്ടാണോ തിരിയേണ്ടതെന്ന് നമ്മൾ കൺഫ്യൂസ്ഡ് ആകുമ്പോഴും you will hear a soft whisper, soft prompting behind you saying, hey, this is the way,
walk in it. Friends, this is a moment we have to, I think, cling to the spirit, okay, more than anything else. I just conclude with two thoughts. Okay, first thing, I think this was on April 23rd or 24th. ഞാൻ മോർണിംഗ് മാസ് എന്ന് സന്തമാർത്ത എന്നുള്ള പോപ്പ് ഫ്രാൻസിസ് മാസ് ആയിരുന്നു അറ്റൻഡ് ചെയ്തിരുന്നത്. അപ്പം അന്ന് വളരെ യാദൃശ്യമായിട്ട് കേട്ടി. ബട്ട് ഐ തോട്ട് ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. ഓക്കെ, അന്ന് അദ്ദേഹത്തിന്റെ ഹോമിലിയിൽ അദ്ദേഹം റിഫ്ലക്ട് ചെയ്ത മുഴുവൻ the conversion of apostles ആണ്, the 12 disciples ആണ്. അതുവരെ ഭീരുക്കളായിരുന്ന, പേടിച്ചോടിയിരുന്ന അവര് എങ്ങനെ പെട്ടെന്ന് അവർക്കൊരു ചേഞ്ച് ഉണ്ടായി. ആൻഡ് അദ്ദേഹം പ്രത്യേകിച്ച് പീറ്ററിന്റെ സക്സസർ ആണല്ലോ പോപ്പ് ഫ്രാൻസിസ്. അപ്പൊ പ്രത്യേകിച്ച് പീറ്ററിനെയാണ് അദ്ദേഹം പിക്ക് ചെയ്ത്. ഇത്രയും ഭീരുവായിട്ടുള്ള ഒരാള്, അതായത് വെറും സേവകരുടെ മുന്നിൽ പോലും ഈശോയെ ഏറ്റു പറയാൻ ധൈര്യമില്ലായിരുന്ന ഒരാള് ഇപ്പം ഇങ്ങനെയായി. ഫസ്റ്റ് ആൻസർ നമുക്കെല്ലാം അറിയാം അല്ലെ? എന്താണെന്ന് അറിയാം? എന്താ അത്? ദ സീക്രട്ട് ഇസ് എന്താ? ദ ഹോളി സ്പിരിറ്റ്. ദർ ഇസ് നോ ഡൗട്ട്. ആഫ്റ്റർ പെന്റക്കോസ്റ്റ് ആണത്. പക്ഷെ അതല്ലാതെ ഒരു സീക്രട്ട് കൂടെ ഉണ്ട്. പോപ്പ് ഫ്രാൻസിസ് പറഞ്ഞു, ദാറ്റ്സ് എ സീക്രട്ട്, ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ തിങ്. ആർക്കെങ്കിലും പറയാം എന്താണെന്ന്? സംതിങ് മോർ ഹാപ്പൻഡ് ഇൻ പീറ്റേഴ്സ് ലൈഫ്. നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഞാനൊന്നും ഇതുവരെ നോട്ടീസ് ചെയ്തിട്ടില്ല. ഞാൻ പോപ്പ് ഫ്രാൻസിസിനെയാണ് ഇവിടെ കോട്ട് ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞു വരുന്നതാണ് ഇത്, Peter is the same man who had denied Jesus, was full of fear and was even a coward. And but then how this change happened? The Pope says it is the Holy Spirit, citing that Acts of the Apostles, whom God has given to those who obey Him. That's the first thing. നമുക്കെല്ലാം അറിയാവുന്ന ഒരു reality. പക്ഷേ there is one more secret. I think that's so beautiful, especially at these times. There is a verse he explained, and Pope explains, that will help us to understand. Before the Passion, Jesus says to the apostles, Satan desires that you be sifted like wheat. നിങ്ങൾ ഗോതമ്പ് പൊഴിക്കുന്ന പോലെ നിങ്ങളെ പൊഴിക്കും എന്നുള്ളത് സൈറ്റൻ ആഗ്രഹിക്കുന്ന ഈ കാലഘട്ടത്തില്. I think that's happening അല്ലേ? ഇപ്പൊ ഈ ഒരു കാലഘട്ടം നടക്കുന്നതല്ലേ? നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ട് എന്താ പറയാ, ചവിട്ടി മെതിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടം മുഴുവനത്. And he said, this is a moment of temptation. You are going to be sifted like wheat. Jesus പറയുന്നതാണ്. Then the most important part. And to Peter, Jesus says, but I have prayed for you so that your faith may not fail. So beautifully said. Jesus himself is praying for us so that our faith may not fail. നമ്മളെ ഗോതമ്പ് കൊടുക്കുന്ന പോലെ, അല്ലെങ്കിൽ when Satan desires that we be sifted like a wheat, Jesus himself is praying for us. നമ്മൾ സാധാരണ ജീസസിനോട് പ്രാർത്ഥിക്കുന്നതിന്റെ പറയും, പക്ഷെ just imagine he himself is praying for us to the Father. And this is, I'm again quoting Pope Francis here. Let us think about how Peter was able to progress on this path from being a coward to becoming a courageous person with the gift of the Holy Spirit, thanks to Jesus' prayer. And let us be grateful that he prays for each of us. So beautiful, isn't it? ഈ കാലഘട്ടത്തിൽ ഞാൻ വിചാരിക്കുന്നത് മറ്റേത് കാലഘട്ടത്തെക്കാളും കൂടുതലായിട്ട് Jesus is praying for us. Jesus himself is praying for us so that our faith may not fail. Our faith may not be sifted. And maybe ഈ ഒരു നൂറ്റാണ്ടിന് തന്നെ ഏറ്റവും പവർഫുൾ പ്രൊഫസീസ് എന്ന് പറയുന്ന ഒരു പ്രൊഫസി നടന്നത് 2016 നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്ന ആളെ നിങ്ങൾക്ക് അറിയാവുന്ന പാറ്റി മാൻസ്ഫീൽഡ് എന്ന് പറയുന്ന അമേരിക്കൻ വുമൺ ആണ്. ഷീ ഈസ് വൺ ഓഫ് ദ ഫസ്റ്റ് വിറ്റ്നസസ് ഓഫ് ദ കാത്തലിക് കരിസ്മാറ്റിക് റിനിവൽ. ഡ്യൂക്കൻ യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് ടൈം ബാപ്റ്റിസം ദ ഹോളി സ്പിരിറ്റ് ഉണ്ടായപ്പോൾ, അതായത് കരിസ്മാറ്റിക്കിന്റെ തുടക്കക്കാരിൽ ഒരാൾ, അതായത് തുടക്കത്തിൽ ആദ്യത്തെ വിറ്റ്നസസിൽ ഒരാളാണ് പാറ്റി മാൻസ്ഫീൽഡ് എന്ന് പറയുന്നത്. ഇത് 2016 കരിസ്മാറ്റിക് റിനിവലിന്റെ ഗോൾഡൻ ജൂബിലിയുടെ സമയത്ത് പോപ്പ് ഫ്രാൻസിസും പാറ്റി മാൻസ്ഫീൽഡും കുറച്ച് ആൾക്കാർ വിജിൽ ടൈം ആണിത്, അവിടെ വെച്ച് ആ സമയത്ത് കൊടുത്തൊരു പ്രൊഫസിയാണിത്. അത് പോപ്പ് ഫ്രാൻസിസിന് മുന്നിൽ വെച്ചുകൊണ്ട് പരിശുദ്ധാവിന്റെ പെർമിഷനോട് കൂടി ഷീ ഷെയർഡ് വിത്ത് എവ്രി വൺ. ഞങ്ങളത് റെക്കോർഡ് ചെയ്തതിന്റെ ഒറിജിനൽ സ്ക്രിപ്റ്റ് ഞാൻ എടുത്തതാണ്, അന്ന് അവിടുന്ന് ചോദിച്ചെടുത്താണ് അവരുടെ. ദിസ് വാസ് എ പ്രൊഫസി. ഐ തിങ്ക് ദിസ് ഇസ് എ പ്രൊഫസി ഫോർ ദിസ് ഈ ഇയേഴ്സിന് വേണ്ടി നമുക്ക് കിട്ടിയ പ്രൊഫസിയാണിത്. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ഇറ്റ് സേസ്, lift up your eyes and see that the fields are white for harvest. സഹോദരൻ, ഈ ഒരു ക്രൈസിസ് എല്ലാം നടക്കുമ്പോഴും ഞാൻ വിചാരിക്കുന്ന ഒരു ഡീപ് ഇന്നർ സെർച്ച് ഒത്തിരി ആൾക്കാരുടെ ഉള്ളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ആൻഡ് ദ ഫീൽഡ്സ് ആർ ഗെറ്റിംഗ് റെഡി ഫോർ ഹാർവെസ്റ്റ്. ദെൻ നമ്മളോട് പറയുന്ന എന്താ?
നമ്മള് അപ്പോസ്റ്റൽസും ഡിസൈപ്പിൾസും മിഷണറീസും അല്ല, നമ്മളോട് പറയുന്നത് എന്താ? And if you would obey me, and if you would obey the prompting of my spirit, you will exceed infinitely more than you can ask or imagine. രണ്ട് കാര്യങ്ങളാ പറഞ്ഞേ. If you would obey me, you would obey the prompting of my spirit, you will exceed infinitely more than you can ask or imagine. But I need your obedience, I need your docility, I need your faith, and you will yet see marvels that will astound you infinitely more than you could ask or imagine, for the glory of my name. So beautiful. It says that what he needs is our obedience, our docility, and our faith, our trust in him. Then we are going to see marvels that will astound us infinitely more than we could ask or imagine, for the glory of his name. For the glory of his name. I strongly believe this is the time again we prepare ourselves for a greater leap, with more obedience, with more docility to the work of the Holy Spirit, with an absolute faith in him. And ഈ ലോകം മുഴുവൻ പേടിക്കുമ്പോഴും ഒരു നിറഞ്ഞ ചിരിയോടുകൂടി, കാരണം എൻ്റെ ചുറ്റും ഈ മാലാഖ സൈന്യം ഉള്ളപ്പോൾ എനിക്ക് ഒന്നിനെയും പേടിക്കേണ്ട കാര്യമില്ല എന്നുള്ള ആ ഉറപ്പില്, എൻ്റെ പാദങ്ങൾ കല്ലിൽ തട്ടാതിരിക്കാൻ അവൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പില് ഒരു ചിരിയോടുകൂടി ലോകത്തെ ഫേസ് ചെയ്യുമ്പോഴായിരിക്കാം ആളുകൾ വന്ന് ചോദിക്കുന്നത്, വാട്ട് മേക്സ് യു ഡിഫറെന്റ്, വാട്ട് ബ്രിങ്സ് ദാറ്റ് സ്മൈൽ ഓൺ യുവർ ഫേസ് എന്നുള്ളത്. അവിടെ ആയിരിക്കാം നമ്മൾ വീണ്ടും going to bring glory to his name, because it is not because of my strength, just because I experience the power within me, who is taking me, carrying me through this most difficult time. Amen. And passing this to Bina. Bina is continuing from here. As I was listening to Manoj, one of the Psalms came to my mind. Psalm 31, verse 13, which says, I hear many whispering, terror on every side. And in times of terror or crisis like this, it is easier for us to identify with the psalmist, because now we keep hearing of this terror on every side, the coronavirus pandemic. But in this Psalm, Psalm 31, if we move on to verse 14, we read, I trust in you. You are my God. My times are in your hands. Deliver me from the hands of my enemies. So there's such a transition from verse 13 to 14. I hear whispering, terror on every side. And the very next verse says, but I trust in you, Lord, for my times are in your hands. And I think as I was listening to Manoj, this was what he was talking to us about, how to effect this transition from being filled with terror and fear to moving to a place of trust. The other day, I read about how China had sort of faced and confronted and was successful with regard to this pandemic. And this article that I read said that the Chinese have an ancient saying which explains the key to the victory against any enemy. I found it quite interesting. What they say is, if you know the enemy and know yourself, you need not fear the result of 100 battles. The key to the victory against any enemy, according to this Chinese saying, is to know the enemy and to know yourself. And I guess today, as Christians, we need to know our enemy and we need to know ourselves as Christians. And with the two together, we can respond intelligently and appropriately as Christians to this pandemic and to all the challenges that we face in these days. Now, in the past 3 months, we have come to know our enemy, this COVID-19. We have come to recognize the real risk of this pandemic, how it spreads, how fast it spreads, how to treat it, how to prevent it. Now, what remains is for us to understand ourselves. Now, if we need to understand ourselves, we need to turn to the Lord. We need to turn to the past, to tradition.
And Christians are not, unfamiliar with pandemics. If you see in the past, there have been several pandemics, and we've had some of our church fathers and strong men and women of faith responding appropriately in these times of pandemic. In fact, that there are many theologians whom we call flight theologians, because every time there is a pandemic, there is this big question: should I stay or should I flee? Should I just take care of myself, my safety, my life, or am I willing to lose it? Am I willing, rather than to flee, to stay and fight to my last breath? Martin Luther was one such flight theologian, and he said, because when he was living in Wittenberg, there was a pandemic, there was an epidemic, and Martin Luther himself had faced this, and he had faced the death of his friends, his close loved ones, and even his children. So he knew really what it was to face an epidemic, what it is to lose in an epidemic. And he said that the epidemic, or rather he regarded the epidemic as a temptation that tests and proves our faith and love. I think this is important for us also to know. An epidemic as a temptation that tests and proves our faith and love. And to quote Luther, he said, our faith, any epidemic would test our faith in that we may see and experience how we should act toward God. How we should act toward God. And it tests our love in that we may recognize how we should act toward our neighbor. So I guess these are the two questions that should confront us today. How do we act and respond toward God in these times? And how do we love or act towards our neighbor? And COVID-19 reminds us that our lasting contentment and security and happiness is not to be found in the present world, but in the world to come. Now, when Manoj has already spoken about all of those difficulties and challenges that we are confronted with. And when I take these two questions, I would just like to dwell a little more on how we act towards God or respond towards God, and how we respond to our neighbor or to those around us. I would take this test of our love first, because when we think of our neighbor, we begin with our immediate family, our neighbors, people at our workplace, people in our community, and as Jesus Youth, we think of the people at large and of our mission. Now, one hallmark of this pandemic has been the physical distancing, and another has been the enforced intimacy. So many of us, almost half of humanity, has been confined to their homes, and children and parents have been, forced into an intimacy like never before. And maybe this is a great opportunity for us to learn a few lessons. Maybe the most fundamental lesson for us to learn as Jesus Youth is how to look after ourselves while at the same time being mindful of others. And sometimes I wonder whether many of us had not started to adopt a consumer capitalism or consumeristic approach, where we just buy up things and discard them, sort of a use and throw culture. And perhaps this is a time to relearn from our past, because we always had, as a people, a culture of mending, of reusing, of making do with what we had, of being contented. And maybe this is a time that God has given us to help us to learn how to begin a different relationship with things, a different relationship with people, where we begin to notice and savor what we have, and we begin to value what we got. Most of all, I think we are all sort of getting used to a new lifestyle. നമ്മുടെ എല്ലാം ജീവിതങ്ങൾ മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു നമ്മുടെ മക്കൾക്കാണ് ഈ വലിയൊരു മാറ്റം വന്നിരിക്കുന്നത്. Most of us elders are at home and we're working, and some of us are going out to work. But our children who are stuck at home, they are the ones who are most affected. And I think for children, more than for the elders, maybe also for the elders, there is this loss of predictability, a loss of routine, a loss of classroom learning, a loss of exposure to space. നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ തന്നെ കഴിയുക, പിന്നെ അവരുടെ ഡെയിലി റുട്ടീനും കാര്യങ്ങളൊക്കെ മാറുന്നതിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. And here, the family has a big role to play, because the family alone
can bring a sort of structure to our children's lives through creativity, through helping to maintain a routine. I always think children are mostly worried or affected by parents' worries. And I know most of us parents have different worries. Maybe many of us are quite safe. Perhaps we haven't lost our job and we don't have too much of a financial crunch. Nevertheless, we are facing daily different challenges, and we all have to learn how to navigate these challenges. And through it all, we need to see how we would respond to these challenges, whether how we respond will affect our children in a negative or a positive way. Because I think for many of us, we have been, sort of relying on the education system, on teachers, on religious leaders and instructors, the catechism teachers or our school teachers, to take care of our children's intellectual, emotional, all of those needs. And we think that we do not have much of a part or a role in their education. But with our children at home, especially those of young children, to accompany them, we have to take up this role as the primary educators of our children, because that is what the church teaches us, that parents are the primary educators of their children. So we have here an opportunity to give our children a lasting memory that is positive. When they look back on these times, will they have learned from it? Will they have grown from it? Will they have learned how to become resilient, how to take challenges, and how to convert challenges into learning experiences? We also know that all of us have this need to socialize. And this urge to socialize will not change. But life has changed now, especially when there are strains and conflicts in family relationships. Most of us, parents as well as children, we turn to our friends and to the wider community for help. Now we might be isolated, and maybe we cannot go to our usual support systems. We are cut off from our regular coping mechanisms, and we need to have other means to contact with people, like how we're doing right now on social media, using this webinar and other platforms. And again, here is a challenge that we have creatively tried to overcome. Now, I believe that this challenge is not just a medical challenge. It's not just a physical or an emotional challenge. Primarily, this is a profoundly spiritual challenge. In the past, people would look at such situations, an epidemic, for example, as God's way of punishing mankind. But we do not believe in a God who does things like that today. We do not subscribe to this interpretation. നമ്മൾ ഈയിടെയൊക്കെ ആണെങ്കിലും വാട്സാപ്പിലൊക്കെ എപ്പോഴും കാണാം പല മെസ്സേജസ് വരുന്നത് ദൈവം നമ്മളെ പണിഷ് ചെയ്യുന്നതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. I don't think we need to subscribe to that. But it's not wrong to see this crisis as a call to renew our relationship with God. And I know that we are all called to pray, to deepen our relationship with God, to deepen our relationship with the church, and to ask for that grace to see this crisis through the eyes of faith. And before I close, I would like to quote Pope Francis when on March 27th, he had the special prayer for a global prayer for this pandemic, and he gave his blessing for us. There's one sentence that he said that I still remember. He says, "It is a time to decide to live differently, to live better, to love more." A time to decide to live differently, to live better, and to love more. And he calls us to be people who can be role models. And especially for us in the Jesus Youth, we have this call to be role models, to be individuals who, even though fearful at times, are ready to give our lives. And this is possible if, as Manoj emphasized, we turn to the Spirit to be empowered as Peter was empowered. I pray that the Spirit may help us to refocus and deepen our faith while renewing our conviction in the redemptive love of Jesus, our Savior, a love that is not overcome by sin or by the fear of death. Because Jesus has conquered sin and death, and he invites us to share more deeply in his redemptive work. Yes, Jesus wants us to continue his mission here on earth. And this coronavirus pandemic is a spiritual challenge for us to grow in our love of God, in our love of the Savior, in our love for each human being in our world. Let us pray that this health pandemic
brings about a global spiritual combat against fear, against complacency, against abandoning the healing which only God can give. So we'll conclude with maybe singing the first 4 lines of this song. We won't sing the whole song, but we will just sing the maybe like the first few lines of the song, and then we'll conclude the session here. There must be more than this. O breath of God, come breathe within. There must be more than this. O Spirit of God, we pray for you. Okay, let me just share the screen. I forgot to share the screen. There must be more than this. O breath of God, come breathe within. Those can join. Please sing with us. There must be more than this. O Spirit of God, we wait for you. Lord, I pray for a greater hunger for more of you in the world now. Lord, I pray for more love for God and humankind, more power, more anointing, more joy, more burden of the Lord for the lost, more revelation from God regarding the need of others, more conviction over our sin, more faith in our prayer, more conversions, more gifts, more healing, more deliverances. And Lord, give us the deep conviction that there is more to work, more to do, more to pray, more to discern, more to travel, more to preach, more to learn, more to live. Lord, help us to enter into the next phase with absolute confidence that we are going to see your wonders infinitely more than we could ask for or imagine. Fill us anew, we pray. Fill us anew, we pray. Consuming fire, fan into flame. A passion for your name. Spirit of God, would you fall in this place? Lord, have your way. Lord, have your way. Spirit of God, would you fall in this place? Lord, have your way. Lord, have your way. With us, we praise and thank you. Thank you, Lord. And Oh, praise you. Lord, have your way. 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 Lord, have your way with us. Especially seek the intercession of our mother. പരിശുദ്ധ അമ്മ നമ്മൾ സ്റ്റാർ എന്നാണ് പലപ്പോഴും ചേർച്ച് പറയുന്നത്. സ്റ്റാർ ഓഫ് ന്യൂ ഇവാഞ്ചലൈസേഷൻ, സ്റ്റാർ എന്നുള്ള പറയുന്നത്. ഒരു നക്ഷത്രത്തിന്റെ പ്രത്യേകത എന്താണ്? ഇഫ് യു ആർ ഇൻ എ ക്രൗഡഡ് പ്ലേസ്, ധാരാളം ടോൾ ബിൽഡിങ്സ് ഉള്ളത്. ഇപ്പൊ നിങ്ങൾ ഡബ്ലിന്റെ ഒരു ഡൗൺ ടൗൺ ഡബ്ലിനിലേക്ക് പോകുന്ന സമയമാണെങ്കിൽ അവിടെ ധാരാളം ടോൾ ബിൽഡിങ്സ് ഉള്ളപ്പോൾ ചിലപ്പോൾ സ്റ്റാർസ് ക്ലിയർ ആകത്തില്ല രാത്രിയിലാണ് ബിൽഡിങ്, കാരണം നമുക്ക് ശരിക്കും കാണാൻ പറ്റിയില്ല. അത്
അതേസമയം ഒരു ഡെസേർട്ടിലേക്ക് പോവുകയാണെങ്കിൽ, മരുഭൂമിയിലാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ക്ലിയർ, കാരണം ദർ ഇസ് നത്തിങ് there. At this time of desertedness in our life, നമ്മളൊരു ഡെസേർട്ട് ടൈം കൂടെ കടന്നു പോകുമ്പോൾ ഇതാണ് പരിശുദ്ധ അമ്മ സ്റ്റാർ നമ്മളെ ശരിക്കും വഴി നടത്തുന്ന സമയം എന്ന് പറയുന്നത്. ആൻഡ് സ്റ്റാർസ് ഒരിക്കലും നമുക്ക് ഇരുട്ടത്ത് ആണ് ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നത്. പകൽ ഒരിക്കലും നമുക്ക് കാണാൻ പറ്റത്തില്ല ശരിക്കത് സ്റ്റാറിനെ. നമ്മുടെ ലൈഫിലും this when we move through, when we journey through this time of darkness, let the star, our mother, take us through the right path. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പറയുന്ന, പുറകിൽ നിന്ന് പറയുന്ന സോഫ്റ്റ് പ്രോമിങ്, ടേക്ക് ദിസ് പാത്ത് എന്ന് പറയുന്നത് അറിയാനായിട്ടും ആ പാത്തിലൂടെ നമ്മളെ നയിക്കാനായിട്ടും പരിശുദ്ധ അമ്മ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Let us confidently entrust ourselves to Mary, our mother, for a stars shine more brightly at night in the desert, so the light of Mary, star of the new evangelization, brightly shines in heaven on our way. We pray together. Hail Mary, full of grace, the Lord is with you. Blessed are you and blessed. Blessed is Thy the womb, fruit of Jesus. Holy Mary, Mother of God, pray for us sinners, now and at the hour of our death. Amen. In the name of the Father, and of the Son, and of the Holy Spirit. Amen. Amen. Thank you, Manajeta, Vinicici. This talk reminded me so much of an oft-repeated catchphrase in Jesus Youth, are called to be a joyful contradiction. These days, our conversations, our news feeds, everything is rampant with a lot of negativity, a lot of despair. Even Malayalam, there's nothing to do. But in that time, you've reminded us that there is more. We must thirst more, yearn more, pray more. You offered words of encouragement that God will uphold us through this time. As Jesus prayed for Peter, so he is praying for us and will pray for us. And I think most importantly, what stuck out for me was that you reminded us that it's not a time to just wait for this to pass and things will return to normal and then we'll start doing things. No, there was a call to action there, that you reminded us that we must respond to this current challenge by approaching God with more love, with more trust, with more faith and more obedience. That really struck out for me. And then lastly, Bina Chechi, you invited us to reorient our attitude, to not just give up during this time, but not to just focus on the negatives, but rather to see the spiritual dimension of this current crisis, and to echoing the words of Pope Francis, to live better, to live differently, and to love more. It was like a lighthouse in the piercing darkness. That's what this talk was for us. So thank you very much, Cheta and Chechi.